നോമ്പിലായിരിക്കുമ്പോൾ പകലിന് ദൈർഘ്യമുള്ളതായി തോന്നും. പകലോനൊന്ന് വേഗം പോയിരുന്നെങ്കിൽ എന്ന് വെറുതെ വിചാരിക്കും. ഇനിയും വീട്ടിലിരുന്നാൽ ശരിയാകില്ല എന്ന് കരുതി നടക്കാനിറങ്ങിയപ്പോഴാണ് ഈ ചെടിയെ കണ്ടുമുട്ടിയത്. ചിലരിക്കാരായ ഓർമ്മ പുസ്തകങ്ങളിൽ ഇവനൊരിടമുണ്ടോ എന്ന് പരതി. ഉണ്ട്. ഞങ്ങൾ പൊടുവണ്ണി എന്ന് വിളിക്കുന്ന ഈ മരത്തിന് ഒരുപാട് പേരുകളുണ്ട്. എവിടെയും വേഗം പടർന്ന് പന്തലിക്കാൻ കഴിയുന്ന ഒരു വൃക്ഷമാണിത്. വീടിൻ്റെ ഉമ്മറത്ത് 2 വലിയ പൊടുവണ്ണികൾ ഉണ്ടായിരുന്നു. ഉമ്മയാണ് കഥാപാത്രം. പൊടുവണ്ണി ഇല പൊട്ടിച്ചു കൊണ്ടുകൊടുത്താൽ നല്ല വിഭവം ഉണ്ടാക്കിത്തരും. പത്തിരി ഉണ്ടാക്കി തേങ്ങയും ശർക്കരയും ഉള്ളിൽ നിറച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കിയ ഓരോ പൊടുവണ്ണി ഇലയിൽ വയ്ക്കും. ശേഷം നാവിലിട്ട് വേവിച്ചെടുക്കും. ശർക്കര അലിഞ്ഞ തേങ്ങാപ്പാലും ചേർന്ന് ഊർന്നിറങ്ങാൻ തുടങ്ങിയാൽ പാകമായെന്നർത്ഥം. ശർക്കരയുടെ മധുരത്തിൻ്റെ കൂടെ പൊടുവണ്ണി ഇലയുടെ പ്രത്യേക സുഗന്ധവും ചേർന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഇലയട തയ്യാറായി. ബറാഅത്ത്, മിറാജ്, റമദാൻ 20ാം രാവ് തുടങ്ങിയ പുണ്യരാത്രികളിൽ ഉമ്മ പ്രത്യേകം ഈ വിഭവങ്ങൾ ഉണ്ടാക്കിത്തന്നു. ഇനിയും ഒരുപാട് തവണ ഉമ്മയോട് ഈ വിഭവം ഉണ്ടാക്കിക്കണം. അതിന് ഉമ്മക്ക് അള്ളാഹു ആയുസ് നൽകട്ടെ. ആമീൻ. ഇത്രയേ ഉള്ളൂ. ഇനിയും വരാം. അസ്സലാമു അലൈക്കും.